അനുഗ്രഹ ഫുഡ് പ്രോഡക്ട്സ് ആൻഡ് കേക്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ കൂട്ടുകാരെ, ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ആ വീഡിയോ ഫുള്ളും കാണുകയും അത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗോവയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുശേഷിപ്പ് വണക്കം ആരംഭിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുശേഷിപ്പ് പരസ്യ വണക്കം 2024 നവംബർ 21 ഗോൾഡ് ഗോവയിലെ സേ കത്തീഡ്രലിൽ ആരംഭിച്ചു. 2 വർഷത്തെ ആത്മീയ ഒരുക്കങ്ങൾക്ക് ശേഷമാണ് പരസ്യ വണക്കം ആരംഭിച്ചത്. നവംബർ 21 രാവിലെ 9:30 ബോം ജീസസ് ബസിലിക്കയിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഡൽഹി ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽ ജോസഫ് തോമസ് കുട്ടോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നവംബർ 21 മുതൽ ജനുവരി 4 വരെ രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെ പരസ്യ വണക്കം ഉണ്ടായിരിക്കും. ലോകമെങ്ങും നിന്നുള്ള തീർത്ഥാടകരെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് ഗോവ സർക്കാർ സജ്ജമാക്കിയിട്ടുള്ളത്. തീർത്ഥാടകരെ പനാജിയിൽ നിന്ന് റിമാൻഡർ വഴി ഓൾഡ് ഗോവയിലേക്ക് എത്തിക്കാൻ പ്രത്യേക ബസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 2025 ജനുവരി 5 പരസ്യ വണക്കം സമാപിക്കും. ക്രിസ്തുവിന് സാക്ഷ്യം നൽകി അനേകം ആത്മാക്കളുടെ രക്ഷ സ്വന്തമാക്കിയ ഫ്രാൻസിസ് സേവ്യർ 1552 ഡിസംബർ 3 46 വയസ്സുള്ളപ്പോൾ ഷാങ് ചുവാൻ ദ്വീപിൽ വെച്ചാണ് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടത്. ഷാങ് ചുവാൻ ദ്വീപിലെ കടൽ തീരത്താണ് വിശുദ്ധൻ്റെ മൃതദേഹം ആദ്യം സംസ്കരിച്ചത്. 1 വർഷത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൻ്റെ താവളമായ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകുന്നതിനായി കുഴിച്ചെടുത്തപ്പോൾ മൃതദേഹത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി. 1553 മാർച്ച് മാസം പോർച്ചുഗീസ് അധീനതയിലിരുന്ന മലാക്കയിലെ വിശുദ്ധ പൗലോസിൻ്റെ ദേവാലയത്തിലേക്ക് മൃതശരീരം മാറ്റി. അതേ വർഷം ഡിസംബർ മാസം ഫ്രാൻസിസ് സേവ്യറുടെ ശരീരം കപ്പൽ മാർഗം ഗോവയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.